ഹായ് ഹലോ, ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു പ്ലം കേക്കാണ്. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് പഞ്ചസാര മെൽറ്റാക്കി എടുക്കണം. ഇത് ബ്രൗൺ കളർ ആവുന്നത് വരെ മെൽറ്റാക്കി അതിലേക്ക് 1 കപ്പ് ഇളം ചൂടുള്ള വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഒഴിക്കാൻ, തെറിക്കാൻ സാധ്യത കൂടുതലാണ്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണം. എന്നിട്ട് ഓഫ് ചെയ്തതിന് ശേഷം ഇത് ചൂടാറാൻ വെക്കണം. വേറെ ബൗളിലേക്ക് മാറ്റാം. ഇനി വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1/2 കപ്പ് ഓറഞ്ചിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ പൈനാപ്പിൾ ജാം ഇട്ട് കൊടുക്കണം. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ മാറ്റി വെച്ച കാരമലിൽ നിന്ന് 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സുകളൊക്കെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. ആദ്യം 1/2 കപ്പ് ബ്ലാക്ക് മുന്തിരി ഇട്ട് കൊടുക്കണം. 1/2 കപ്പ് ടൂട്ടി ഫ്രൂട്ട് ഇട്ട് കൊടുക്കുക. 1/2 കപ്പ് ചെറി കട്ട് ചെയ്തത്, ഈത്തപ്പഴം 1/2 കപ്പ്, ബദാമും അണ്ടിപ്പരിപ്പും കട്ട് ചെയ്തത് 1 കപ്പ് ഇട്ട് കൊടുക്കാം. ഓറഞ്ചിൻ്റെ പീല് 1.5 ടേബിൾ സ്പൂൺ. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കണം. നന്നായി മിക്സ് ചെയ്യാം. എന്നിട്ട് മാറ്റി അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ചുക്ക്, ഒരു പട്ട, ജാതിക്ക 1 ഏലക്കായ ഒരു 8 ഗ്രാമ്പു ഒരു 8 എല്ലാം കൂടിയിട്ട് നന്നായിട്ട് അടിച്ചെടുക്കും. ഇനി ഒരു പാത്രത്തിലേക്ക് 2.25 കപ്പ് മൈദ അരിച്ചെടുക്കുക. അതിലേക്ക് 2.25 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, കുറച്ച് ഉപ്പ്, നേരത്തെ അടിച്ചെടുത്ത പൗഡർ എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അടിച്ച് മാറ്റി വയ്ക്കാം. വേറെ ബൗളിലേക്ക് 150 ഗ്രാം ബട്ടർ എടുത്തിട്ട്, അൺസാൾട്ടഡ് ബട്ടറാണ്, റൂം ടെമ്പറേച്ചർ ആയതാണ്, നന്നായി അടിച്ചെടുക്കുക. അതിലേക്ക് 1 കപ്പ് ഷുഗർ പൗഡർ ചേർത്ത് നന്നായി അടിച്ചെടുക്കണം. ബീറ്റ് ചെയ്തതിന് ശേഷം 4 എഗ്ഗ് ചേർക്കണം. ഓരോന്നായിട്ട് ചേർത്ത് മിക്സ് ചെയ്തിട്ടെടുക്കുക. നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് അതിലേക്ക് ചേർക്കുക. ഒരു ടേബിൾ സ്പൂൺ വാനില എസൻസ്, 1/2 ടേബിൾ സ്പൂൺ പൈനാപ്പിൾ എസൻസ്, എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള മൈദയുടെ മിക്സ് ഇതിലേക്ക് കുറേശ്ശെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക. കട്ടയില്ലാതെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. കൂടി ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്, കുറേശ്ശെ ഇട്ടിട്ട് ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഫോൾഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ബേക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1 കിലോൻ്റെ ബോക്സിലേക്കാണ് ഇട്ടിട്ട് ബേക്ക് ചെയ്യുന്നത്. ഇത് 1.5 കിലോ കേക്ക് ഉണ്ടാക്കാനുള്ള ബാറ്റർ ഉണ്ട്. നല്ലോണം ടാപ്പ് ചെയ്തിട്ട് നട്ട്സും ചെറിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓവനിലേക്കോ പാനിലോ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം.